വെൽക്കം ടു ലേൺ വിത്ത് ബി എഡ് ബഡീസ്. ഇന്ന് നമ്മൾ ബി എഡിൻ്റെ ജനറൽ പേപ്പറായിട്ടുള്ള EDU 02 ഡെവലപ്മെൻറ്റൽ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ദി ലേണറിലെ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന യൂണിറ്റിലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ്, മീനിങ് എന്താണ്, സ്കോപ്പ്, ലിമിറ്റേഷൻ, റിലവൻസ് ഇൻ ക്ലാസ് റൂം, ഇത്രയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നതിന് മുൻപായിട്ട് സൈക്കോളജി എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോളജി മൈൻഡിൻ്റെയും ബിഹേവിയറിൻ്റെയും കുറിച്ചിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ മൈൻഡിനെ കുറിച്ചിട്ടും ബിഹേവിയറിനെ കുറിച്ചിട്ടുമൊക്കെ ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു പഠനമാണ് സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ബയോളജിക്കൽ ഇൻഫ്ലുവൻസസ്, സോഷ്യൽ പ്രഷർ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇവയൊക്കെ എങ്ങനെ മനുഷ്യനെയും ആനിമൽസിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുവെന്നും അവരെങ്ങനെ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, ഫീൽ ചെയ്യുന്നു എന്നൊക്കെ എന്ത് ചെയ്യുന്നു, ഈ സൈക്കോളജി പഠിക്കുന്നു. അപ്പോൾ സൈക്കോളജി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹൗ ഹ്യൂമൻസ് ലേൺ ആൻഡ് റിറ്റെയിൻ നോളജ്. മനുഷ്യൻ എങ്ങനെയാണ് അറിവ് പഠിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിക്കിലെ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷണൽ മെത്തേഡ്സ്, അതുപോലെ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നത്, പിന്നെ എന്താണ് ടീച്ചേഴ്സിന് പഠിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ എങ്ങനെ നൽകാം എന്നിവയെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എഡ്യൂക്കേഷണൽ സൈക്കോളജി മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ സൈക്കോളജി ഈസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്? എന്താണ്? സൈക്കോളജിയുടെ തന്നെ ഒരു ബ്രാഞ്ചാണ്. ദാറ്റ് അപ്ലൈസ് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫൈൻഡിങ്സ് ടു ദ എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. അപ്പോൾ ഇതിലെന്താണ് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ തത്വങ്ങളെയും എന്താണ് പുതിയ പുതിയ കണ്ടെത്തലുകളെയും ഒക്കെ ആ ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, ഇത് പ്രയോഗിക്കുന്നു. ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിങ്സ്. ഇതെന്താണ്? വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ഹൗ പീപ്പിൾ ലേൺ, ഹൗ ദേ ഡെവലപ്പ് ആൻഡ് ഹൗ ടീച്ചേഴ്സ് ക്യാൻ ഇംപ്രൂവ് ഇൻസ്ട്രക്ഷൻ. ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്തിലാണ്? എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അവരെങ്ങനെയാണ് അതുവഴി ഡെവലപ്പ് ആകുന്നത്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന് എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ അവർക്ക് എങ്ങനെ ഇമ്പ്രൂവ്ഡ് ആകാം എന്നതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് പഠിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത്? മൈൻഡിൻ്റെയും ബിഹേവിയറിനെയും കുറിച്ചിട്ടുള്ള പഠനമാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു മനുഷ്യൻ എന്താണ്, അവനെങ്ങനെ ആ ഒരു പഠന പ്രക്രിയ നടത്തുന്നു, അവൻ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ മെമ്മറി നിലനിർത്തുന്നു, അവൻ എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് പഠിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു, എഡ്യൂക്കേഷണൽ സൈക്കോളജി സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിലൂടെ പഠനം നടത്തി കണ്ടെത്തുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ സ്കോപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ദ സ്കോപ്പ് കവേഴ്സ് എവറിത്തിങ് റിലേറ്റഡ് ടു ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ സ്കോപ്പിലെ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ദി ലേണർ, പഠിതാവിനാണ് ഇവിടെ ആദ്യത്തെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ദ ലേണർ understanding individual differences, intelligence, aptitude, personality and stages of growth and development. ലേണർ അല്ലെങ്കിൽ പഠിതാവിൽ വരുമ്പോൾ എന്തൊക്കെയാണ് പറയാൻ പറ്റുന്നത്? കുട്ടികളുടെ ബുദ്ധി, കഴിവ്, വ്യക്തിത്വം, അവരുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. എന്ത് സഹായിക്കുന്നു? എഡ്യൂക്കേഷണൽ സൈക്കോളജി ലേണറിൻ്റെ ബുദ്ധി, കഴിവ്, അവൻ്റെ വ്യക്തിത്വം, പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ വിവിധ സ്റ്റേജസിലുള്ള അവൻ്റെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ദി ലേണിംഗ് പ്രോസസ്സ്. ലേണർ കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, പഠന പ്രക്രിയ എങ്ങനെയാണെന്നുള്ളതാണ്. ഹൗ വി ലേൺ, മെമ്മറി, ഫോർഗെറ്റിംഗ്, തിങ്കിങ്, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്.
ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ പഠന പ്രക്രിയ എങ്ങനെയായിരിക്കും, ഓർമ്മശക്തി, അവൻ്റെ മെമ്മറി എങ്ങനെയാണ്, ഫോർഗെറ്റിംഗ് വിസ്മൃതി, അതുപോലെ തന്നെ തിങ്കിങ് ചിന്താശേഷി, പ്രശ്നപരിഹാര കഴിവ് എന്നിവയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു പഠനമായിരിക്കും ആ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നടക്കുക. നെക്സ്റ്റ് വരുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. പഠന അനുഭവങ്ങൾ, ലേണിംഗ് എക്സ്പീരിയൻസ്, സെലക്ടിങ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ആൻഡ് കണ്ടൻറ് ഫോർ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. അപ്പോൾ ലേണിംഗ് എക്സ്പീരിയൻസസ് എങ്ങനെയായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ്സിലെ കുട്ടികളായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ്സിലെ വ്യക്തികളായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സും കോണ്ടൻറ്റും ഒക്കെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസസിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ദ ലേണിംഗ് സിറ്റുവേഷൻ, അവൻ്റെ പഠന സാഹചര്യങ്ങൾ. അതിനകത്ത് എന്തൊക്കെ വരാം, ക്ലാസ് റൂം ക്ലൈമറ്റ്, ഗ്രൂപ്പ് ഡൈനാമിക്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. അപ്പോൾ ലേണിംഗ് സിറ്റുവേഷൻസിനകത്ത് എന്തൊക്കെ വരാം, ക്ലാസ് റൂം ക്ലൈമറ്റ്, ക്ലാസ് മുറിയിലെ ആ ഒരു അന്തരീക്ഷം, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ആ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പഠനം, ആൻഡ് എഡ്യൂക്കേഷണൽ ടെക്നോളജി, എന്താണ് അധ്യാപന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ്, ആ ഒരു സാഹചര്യങ്ങളെല്ലാം എന്താണ് ഇവിടെ ലേണിംഗ് സിറ്റുവേഷനിൽ പറയാം. ഇനി ലാസ്റ്റ് സ്കോപ്പിൽ വരുന്ന പോയിൻ്റാണ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, ടൂൾസ് ടു മെഷർ ലേണിംഗ് ഔട്ട്കംസ് ആൻഡ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്. എന്താണ് കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കോപ്പിൽ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ദ ലേണർ, ദ ലേണിംഗ് പ്രോസസ്, ലേണിംഗ് എക്സ്പീരിയൻസസ്, ദ ലേണിംഗ് സിറ്റുവേഷൻ ആൻഡ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ലിമിറ്റേഷൻസിൽ എന്തായിരുന്നാലും എന്തൊരു കാര്യം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെന്താണ് ചില ലിമിറ്റേഷൻസും ഉണ്ടാവും അല്ലെ, പരിമിതികളുണ്ടാവും. അപ്പോൾ ആ പരിമിതികൾ എന്തൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് നേച്ചർ ഓഫ് ബിഹേവിയർ ആണ്. ഹ്യൂമൻ ബിഹേവിയർ ഈസ് കോംപ്ലെക്സ് ആൻഡ് ചേഞ്ചസ്. Psychological laws cannot always be as rigid as those in natural sciences like physics or chemistry. അതായത് ഡൈനാമിക് നേച്ചർ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്നത് പെരുമാറ്റത്തിലുണ്ടാകുന്നൊരു സങ്കീർണത എന്നതാണ്. അതായത് മനുഷ്യൻ്റെ മനസ്സ്, ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അല്ലേ. അതെന്താണ്, ഒരു സ്ഥിരതയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം ഉണ്ടാകുന്ന ഒരു സ്വഭാവം പെരുമാറ്റമായിരിക്കില്ല കുറച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സ്ഥിരതയില്ലാതെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതും കോംപ്ലെക്സ് ആയിട്ടുള്ളതും ഒന്നാണ് എന്തെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നാച്ചുറൽ സയൻസിനെ പോലെയുള്ളൊരു സ്ഥിരമായിട്ടുള്ള തത്വങ്ങളായി അല്ല എന്തെന്ന് പറയുന്നത് ഈ സൈക്കോളജിയിൽ വരുമ്പോഴുണ്ടാകുന്നത്. നാച്ചുറൽ സയൻസിൻ്റെ അതായത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ സംബന്ധിച്ച് സ്ഥിരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് തന്നെയായിരിക്കും. അത് നമ്മൾ കാലങ്ങളായിട്ട് പഠിച്ചു വരുന്ന പ്രിൻസിപ്പിൾസ് അങ്ങനെ തന്നെയായിരിക്കും, അതിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ സൈക്കോളജിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും സൈക്കോളജി പഠിക്കുന്നത് എന്തിനെക്കുറിച്ചിട്ടാണ്, മനുഷ്യൻ്റെ മൈൻഡിനെയും പെരുമാറ്റത്തിനെയൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ മൈൻഡെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അവയെ സ്ഥിരമായ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് ഡൈനാമിക് നേച്ചർ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന പോയിന്റിൽ വരുന്നത്. അത് ഒന്നാമത്തെ ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് പറയുന്ന പോയിന്റ് സബ്ജക്റ്റിവിറ്റിയാണ്. ഡിസ്പൈറ്റ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ബിഹേവിയർ ക്യാൻ സംടൈംസ് ബി സബ്ജക്റ്റീവ്. അതായത് സബ്ജക്റ്റിവിറ്റി, വ്യക്തിനിഷ്ഠത. ചിലപ്പോൾ നമ്മളൊരു ബിഹേവിയറിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടി അതിന് കലർന്നിരിക്കാം. ഒരു ബയസൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരാളുടെ പെരുമാറ്റത്തെയാണ് അല്ലേ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചപ്പാടിലായിരിക്കില്ല വേറൊരാൾ ആ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്ന വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആ ഒരു വിലയിരുത്തലിൽ വരാനായിട്ടുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻസ്. ഫൈൻഡിങ്സ് ഇൻ വൺ എൻവയോൺമെൻറ്റ് മേ നോട്ട് ഓൾവേസ് ബി പെർഫെക്റ്റ്ലി ആപ്ലിക്കബിൾ ടു അനദർ. എന്ന് വെച്ചാൽ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻസ് എന്ന് വെച്ചാൽ സാഹചര്യപരമായിട്ടുള്ള മാറ്റങ്ങൾ. അതായത് നമ്മൾ ഒരു സാഹചര്യത്തിൽ കണ്ടെത്തുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു എൻവയോൺമെൻറ്റിൽ നമ്മളൊന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ആ ഒരു കണ്ടുപിടുത്തം എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല അല്ലേ. ചേഞ്ചസ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻസ്, സാഹചര്യങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യാം, ആ കണ്ടെത്തലുകൾ മാറാം.
ഒരു കാര്യം ഒരു സമയത്ത് ചെയ്ത ആ ഒരു സൊല്യൂഷൻ ആയിരിക്കില്ല നമുക്ക് അടുത്ത് വേറൊരു സാഹചര്യം വരുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻസ്, സാഹചര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നോട്ട് ആബ്സല്യൂട്ട്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രിൻസിപ്പിൾസ് ബട്ട് ദർ ഇസ് നോ വൺ സൈസ് ഫിറ്റ്സ് ഓൾ സൊല്യൂഷൻ ഫോർ എവറി ചൈൽഡ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് പ്രിൻസിപ്പിൾസ് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ കുട്ടികൾക്കും ആ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുക, ഫിറ്റ് ആകണമെന്നില്ല. അതായത് ആ ഒരു സൊല്യൂഷൻ ഒരു കുട്ടിക്ക് യോജിച്ചതായിരിക്കും, പക്ഷേ മറ്റു കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പരിഹാരമായിരിക്കില്ല എപ്പോഴും. അതാണ് നോട്ട് അബ്സല്യൂട്ടിൽ പറയുന്നത്. ഇത്രയാണ് അപ്പോൾ ലിമിറ്റേഷൻസ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ എന്താണ് ഡൈനാമിക് നേച്ചർ ഓഫ് ബിഹേവിയർ, സബ്ജക്റ്റിവിറ്റി, കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻസ് ആൻഡ് നോട്ട് ആബ്സല്യൂട്ട്. ഇത്രയാണ് ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട പോയിൻറ്റ്സ്. അടുത്ത നമ്മുടെ ഈ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റിലവൻസ് ഇൻ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് റൂമുകളിലെ പ്രസക്തി എന്താണ്, ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി കൊണ്ടുള്ള ക്ലാസ് റൂമിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അതായത് എന്താണ്, വ്യക്തിഗതമായിട്ടുള്ള വ്യത്യാസങ്ങൾ. helps teachers recognize that every child is unique, allowing for personalized teaching. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, വ്യക്തിഗത വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ. ഒരു ക്ലാസ്സിൽ ഒരു 25 കുട്ടികളുണ്ടെങ്കിൽ ആ 25 കുട്ടികൾക്കും എന്താണ്, ഓരോ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾ കൊണ്ട് അവർ വ്യത്യസ്തരായിരിക്കും. എല്ലാവരും ഒരുപോലെയല്ല, ഓരോ കുട്ടിയും യുണീക്കാണ്. അപ്പോൾ ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് അവരെ പഠിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കി അവരെ എന്ത് ചെയ്യാൻ പറ്റുന്നു, അവർ വ്യത്യസ്തരാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള അവരുടെ ആ ഒരു പ്രത്യേകത എന്താണ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസിനകത്ത് നമ്മൾ പറയേണ്ടത്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രാറ്റജീസ് ടു മേക്ക് ലെസൺസ് മോർ എൻഗേജിങ്. അതായത് എന്താണ്, ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡ്സ്, അധ്യാപന രീതികൾ കൊണ്ടുവരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ്, ലെസൺസ് കൂടുതൽ അവർക്ക് അട്രാക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ ആകർഷകമാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ തൊട്ട് മുൻപ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞില്ല, ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ ഓരോ കുട്ടികൾക്കും അവർക്ക് എങ്ങനെ പഠിപ്പിച്ചാലാണ് അവരെ എന്ത് ചെയ്യാൻ പറ്റുക, അട്രാക്റ്റ് ചെയ്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്താണ്, അതിനനുസരിച്ചുള്ള ടീച്ചിങ് മെത്തേഡ്സ്, ഇഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിച്ച് ലെസൺസ് കൂടുതൽ എൻഗേജ്ഡ് ആക്കാനും അട്രാക്റ്റീവ് ആക്കി അവർ ഇൻട്രാക്റ്റ് ചെയ്ത് പഠിക്കാനും ഒക്കെ സഹായിക്കുന്നു. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ഡിസിപ്ലിൻ ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ്. അപ്പോൾ എന്താണ്, ആ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, ക്ലാസ് റൂമിലെ ഒരു ക്രമീകരണം നല്ലൊരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് ഒരു പോസിറ്റീവായിട്ടും അച്ചടക്കമുള്ളൊരു ഡിസിപ്ലിൻഡ് ആയിട്ടും അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ ഗൈഡ്സ് ടീച്ചേഴ്സ് ഓൺ ഹൗ ടു മോട്ടിവേറ്റ് സ്റ്റുഡൻറ്റ്സ് ടു അച്ചീവ് ദെയർ പൊട്ടൻഷ്യൽ. അതായത് മോട്ടിവേഷൻ, ഒരു പ്രേരണ ഉണ്ടാക്കിയെടുക്കുക, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കാനുള്ള വഴികൾ നമുക്ക് ടീച്ചേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇതിനെന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സിന് ഒരു ഗൈഡൻഷിപ്പ് കൊടുക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിലൂടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് എങ്ങനെ അവരുടെ കഴിവ് മനസ്സിലാക്കി ആ ഒരു പൊട്ടൻഷ്യൽ തനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കാൻ, ഒരു മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് എങ്ങനെ അത് കൊടുക്കാം എന്നുള്ളതിന് എന്ത് ചെയ്യുന്നു, ടീച്ചേഴ്സിനൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഗൈഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓർ ഇമോഷണൽ ഇഷ്യൂസ് ആൻഡ് പ്രൊവൈഡിങ് ടൈംലി സപ്പോർട്ട്. അതായത് എന്തെങ്കിലും ഇപ്പോൾ പഠന വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കാനായിട്ട് ഇതെന്ത് ചെയ്യുന്നു, ആവശ്യമായിട്ടുള്ള ഓരോ ഗൈഡൻസും കൗൺസിലിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലാസ് റൂം റെലവൻസിന് നമുക്ക് പറയേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇന്ന് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ മീനിങ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, സ്കോപ്പ് എന്താണെന്ന് മനസ്സിലാക്കി, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞു, പിന്നെ എന്താ ക്ലാസ് റൂം റെലവൻസ് എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിളാണ്. നോട്ട്സ് എന്താണ്, അത്യാവശ്യം നോട്ട്സിൽ എന്ത് ചെയ്യാൻ കീപ്പ് ചെയ്യേണ്ട ഒരു കോർ പോയിൻറ്റ്സൊക്കെയാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ ഇതെന്താ നന്നായിട്ട് പഠിച്ച് എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാംസിനൊക്കെ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.